നല്ല പടം തന്നെ. ഒരു മലയാളത്തിൽ വന്നതിൽ ഒരു ഡീസൻറ്റ് വാച്ചബിളായിട്ടുള്ള ത്രില്ലർ തന്നെയായിരുന്നു പടം. അത്യാവശ്യം നല്ല ഗ്രിപ്പിങ്ങും നല്ല ഫുള്ള് ക്ലൈമാക്സ് ട്വിസ്റ്റൊക്കെ ഉണ്ട്. അത്യാവശ്യം കാണാൻ പറ്റുന്ന പടം തന്നെയാണ്. അർജുൻ അശോകിൻ്റെ പെർഫോമൻസ് നല്ലായിരുന്നു. ഒരു ചെറിയൊരു പോലീസ് കഥാപാത്രം പോലെയാണ്. അത്യാവശ്യം കൊള്ളാം. അത് നമുക്ക് കണ്ടിരിക്കാം. കാരണം നല്ലൊരു മെച്ചുവർഡായിട്ടുള്ളൊരു അഭിനയമായിരുന്നു. ധ്യാൻ ശ്രീനിവാസ് ഒരു ചെറിയ റോളാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റോൾ തന്നെ. അപർണയുടെയൊക്കെ നല്ല റോളായിരുന്നു. അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന റോൾ തന്നെയാണ്. നമ്മളെ മാക്സിമം ഗ്രിപ്പിംഗ് ആയിട്ട് തന്നെയാണ് സ്റ്റോറി പോകുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയാണ്. നമ്മൾ നടന്ന കഥയാണ്. അപ്പോൾ ട്വിസ്റ്റൊക്കെ നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നല്ലൊരു രീതിയിൽ തന്നെയാണ് പടം കൊണ്ടുവരുന്നത്. നല്ല രീതിയിൽ നല്ല തിരക്കഥ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അഭിലാഷ് പിള്ളയുടെ മിനിമം ഗ്യാരണ്ടി ആണല്ലോ, അത് സിനിമയിലുണ്ട്. നല്ല പടമാണ്. കഥ സസ്പെൻസ് ആയിട്ടുള്ളൊരു കഥയാണ്, ത്രില്ലറാണ്, കണ്ടിരിക്കാനാണ്. എല്ലാം പടം കൊള്ളാം, നല്ലോണം. വലിയ ലാഗില്ല, കണ്ടിരിക്കാവുന്ന പടമാണ്. ഇൻവെസ്റ്റിഗേഷൻ അത്യാവശ്യം കൊള്ളാം. നല്ല ഡയറക്ഷനാണ്, എല്ലാവരുടെയും പെർഫോമൻസ് കൊള്ളാം. ധ്യാൻ ശ്രീനിവാസൻ ഒരു ചെറിയ റോളുണ്ട്. എല്ലാ പടവും പൊട്ടിയിരിക്കുകയില്ല. അപ്പം പുള്ളിക്ക് ഒരു വലിയ കംബാക്ക് അങ്ങനെയൊന്നുമല്ല, എന്നാലും കൊള്ളാം. നല്ല രീതിയിൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു. നല്ല മൂവിയാണ്. ധ്യാൻ അടിപൊളിയാണ്. ധ്യാൻ, അജു വർഗീസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. നല്ല റിയൽ സ്റ്റോറിയാണ്, റിയൽ ഇൻസിഡൻ്റ് ആണ്. നല്ല രീതിയിൽ തന്നെ മേക്ക് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ട് തന്നെ സിനിമ പോയിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവി തന്നെയാണ്. കുറച്ച് ഗ്യാപ്പിന് ശേഷം വന്നത്. അതുപോലെ തന്നെ വിനയൻ സാറിൻ്റെ മകനാണല്ലോ സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു കഴിവത്രയും ആ പടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഡെബ്യൂ ആണെന്ന് തോന്നത്തില്ല, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ചെയ്തൊരു വർക്കായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ എനിക്ക് കൂടുതൽ ക്യാച്ചി ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ അഭിലാഷ് പിള്ളയുടെ സ്ക്രിപ്റ്റാണ്. അത് അത്യാവശ്യം കുറച്ച് ഇതായിട്ട് പോകുന്നുണ്ട്. നമ്മൾ കണ്ടുമടുത്ത സ്റ്റോറി ലൈനാണ്, പക്ഷേ എടുത്തിരിക്കുന്ന രീതി ഒരു പ്രത്യേകമാണ്. പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന മെസ്സേജ് അതെല്ലാവരും അത്യാവശ്യം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ അതുപോലെ അർജുൻ അശോകൻ്റെ കുറച്ച് ഗ്യാപ്പിന് ശേഷം പുള്ളിക്കാരൻ്റെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കി സംവിധാനം ചെയ്ത ഒരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പല വേരിയേഷൻസ് ഉണ്ട് ഇതിൽ. ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട അമ്മ മകൻ ഒരു ബന്ധത്തെക്കുറിച്ചാണ്. ഇതിൽ മറ്റേ സംഗീത മാമാണ് കുറച്ച് ഗ്യാപ്പിന് ശേഷം വന്ന് അത് നമുക്ക് നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു അറ്റാച്ച്മെൻറ്റും ബാക്കി കാര്യങ്ങളും. അതുപോലെ രഞ്ജൻ രാജിൻ്റെ മ്യൂസിക് കൊള്ളാം. എല്ലാം ടോട്ടലി ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടി പറ്റിയുള്ള എല്ലാ ചേരുവകൾ ചേർത്തൊരു നല്ലൊരു പടമാണ്. പക്ഷേ ഒരുപാട് വലിയ പടങ്ങൾ നമ്മൾ പ്രതീക്ഷയോടെ തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ നിരാശകൾ ഉണ്ടായിട്ടാണ് വരാറുള്ളത്. പക്ഷേ അതല്ല ഇത് നമ്മൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു നല്ലൊരു മൂവി തന്നെയാണ്.